അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമുക്ക് ഒരു തരിക്കഞ്ഞി ഉണ്ടാക്കിയാലോ? ഈ റമദാനൊക്കെ അല്ലേ, നോമ്പ് തുറക്കുമ്പോൾ ക്ഷീണമൊക്കെ മാറാനും, നോമ്പ് തുറക്കുമ്പോൾ തന്നെയല്ല കേട്ടോ, നമ്മൾ നോമ്പൊക്കെ തുറന്ന് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്താണ് ഈ തരി കുടിക്കുന്നത്. ഈ തരി കുടിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പാലിലുണ്ടാക്കരുത് കേട്ടോ, കഫക്കെട്ട് ഒരുപാടുണ്ടാക്കും. അതുകൊണ്ടാണ് പാൽ ഉപയോഗിക്കരുത്, തേങ്ങാപ്പാലായിരിക്കണം ഉപയോഗിക്കേണ്ടത്. അത് മാത്രമല്ല, തരി എപ്പോൾ കാച്ചുവാണെങ്കിലും തേങ്ങാപ്പാലിലായിരിക്കണം കേട്ടോ കാച്ചേണ്ടത്. അതിനായിട്ട് ഞാൻ ഒരു ചൂട് കട്ടിയുള്ള ഒരു ചരുവം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചരുവാണെങ്കിലോ നിങ്ങളുടെ കയ്യിലുള്ള ഏത് പാത്രം, നോൺ സ്റ്റിക്ക് ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അടി പിടിക്കാത്ത നല്ല സൈസ് പാത്രമായിരിക്കണം കേട്ടോ. ആ പാത്രം അടുപ്പത്ത് വെച്ച് റവ വേകാനുള്ള വെള്ളം ഒഴിക്കണം. അതിനകത്തോട്ട് നമ്മൾ പഞ്ചസാര ഇട്ട് നല്ലോണം അലിയിപ്പിച്ചെടുത്തതിന് ശേഷം വേണം റവ അതിനകത്തോട്ട് ആഡ് ചെയ്യാനായിട്ട് കേട്ടോ. റവ ആഡ് ചെയ്യുമ്പോൾ റോസ്റ്റഡ് റവയായിരിക്കണം, പച്ച കിട്ടുന്ന റവ ആയിരിക്കില്ലേ. നമുക്ക് പാക്കറ്റുകളിൽ അവൈലബിളാണ് ആ പാക്കറ്റുകളിൽ കിട്ടുന്ന എല്ലാ റവയും റോസ്റ്റഡ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ റോസ്റ്റഡ് റവ ആകുമ്പോഴാണ് അധികം കട്ട കെട്ടാതെയൊക്കെ വരത്തുള്ളൂ. അതുകൊണ്ടാണ് റോസ്റ്റഡ് റവ ചേർക്കുന്നത്. ഞാൻ 2 ടേബിൾ സ്പൂൺ റവയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതിനാവശ്യമുള്ള 2 കപ്പ് വെള്ളത്തിലാണ് അത് വേവിച്ചെടുക്കുന്നത്. കാരണം റവ വെന്ത് വരും തോറും അതിലെ വെള്ളം വറ്റി വരും. അപ്പോൾ കുറുകി വരും. അതാണ് റവ വേവും തോറും കുറുകി വരുന്നൊരു സാധനമാണ്. അതുകൊണ്ട് നമ്മൾ വെള്ളം എപ്പോൾ എടുക്കുമ്പോഴും സൂക്ഷിക്കണം, വെള്ളം നോക്കിയെടുക്കണം, കട്ട ഒട്ടും പാടില്ല. അതിനകത്തോട്ട് പിന്നെ നമ്മൾ ചേർക്കേണ്ടത് ഏലക്ക, 2 ഏലക്കയും ഒരു ടീസ്പൂൺ ജീരകവും കൂടി നല്ലോണം ചതച്ച് ഇതിനകത്തോട്ട് ഇടണം കേട്ടോ. ഇതിനകത്തോട്ട് ഇട്ട് നല്ലോണം ഇളക്കി റവ വേവുന്നത് വരെ വെന്തെടുക്കുക. അത് വെന്ത് വരുമ്പോഴത്തേക്കും അത് കുറുകരുത്, ഒരുവിധം ചെറിയൊരു കുറുക്ക് ആകുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം കേട്ടോ. തേങ്ങാപ്പാലെന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലായിരിക്കണം. നമുക്ക് വേണമെങ്കിൽ ആദ്യം വെള്ളം ചേർക്കുന്നതിന് പകരം ഈ തേങ്ങാപ്പാലിൻ്റെ 3-ാം പാലൊക്കെ ഇടണം. നമ്മൾ കട്ടിയുള്ളത് ആദ്യം എടുത്ത് മാറ്റി വെക്കുന്നതോ അതിന് ശേഷം പിഴിയുന്ന വെള്ളത്തിലാണെങ്കിലും വേവിച്ചാലും നല്ലതാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ പച്ചവെള്ളത്തിലാണ് വേവിച്ചത്. അപ്പോൾ ഈ പഞ്ചസാര ഇടുന്നതിൻ്റെ കൂടെ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്തോട്ടോ. ആ പഞ്ചസാരയുടെ മധുരം ബാലൻസ് ചെയ്യാനാണ്. അപ്പോഴാണ് അല്ലെങ്കിൽ ഒരു മധുരം വേറിട്ട് നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് നുള്ളു ഉപ്പ്, ഒത്തിരി അങ്ങ് വാരിയിടരുത്, ഒരു നുള്ളു ഉപ്പ് അങ്ങ് ഇട്ടിട്ട് ഇളക്കി നല്ലതുപോലെ വേവിച്ചതിന് ശേഷം ഈ പാലൊഴിക്കുന്ന പശുവും പാൽ ചേർക്കരുത്, ഭയങ്കരമായിട്ട് കഫക്കെട്ടുണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത്. ഇത് നമ്മൾ എത്ര കുടിച്ചാലും നമ്മുടെ ശരീരത്തിന് നല്ലതാണ്, ക്ഷീണവും മാറും. അതുപോലെ തന്നെ പിറ്റേന്ന് നമുക്ക് നോമ്പ് പിടിക്കാനുള്ള എനർജി ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും ഇത് തയ്യാറാക്കണമെന്നില്ല, ഒരു 2 ദിവസമോ 3 ദിവസമൊക്കെ കൂടുമ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ കപ്പ് കുടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല എനർജി കിട്ടും കേട്ടോ. അപ്പോൾ അതിനായിട്ട് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ അതൊരു 2-3 നുള്ളിടാം കേട്ടോ. അത് ഇട്ടാലും നല്ലതാണ്. പിന്നെ ഇതിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് താളിക്കാം. പക്ഷെ ഞാനതൊന്നും ഇടുന്നില്ല. ഞാനിടുന്നത് വെറുതെ അണ്ടിപ്പരിപ്പും അതിൻ്റെ കൂടെ ബദാമാട്ടോ. ബദാം ചതച്ച് പൊട്ടിച്ച് ചെറിയ പീസ്, അല്ലെങ്കിൽ നട്ട്സ് പൊട്ടിച്ചിട്ടിക്കാം, അങ്ങനെ അത് ചേർക്കാം കേട്ടോ. നട്ട്സ് മാത്രം ചേർത്ത് ഇങ്ങനെ ഉണ്ടാക്കുക, അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലുള്ള ചെറിയ റെസിപ്പിക്ക് വേണ്ടി ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ തരി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഇതിൽ വല്ല കുറവുണ്ടെങ്കിൽ കമൻ്റ് അറിയിക്കുകയും വേണം. വീണ്ടും കാണുന്നവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും.